സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ലി ടു എന്ന യൂസേജാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. സാധ്യതയുണ്ട് എന്ന് പറയാനാണ് ലൈക്ലി ടു ഉപയോഗിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവൻ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ആദ്യം ഈ മലയാളം സെൻറ്റൻസ് ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അവൻ, സബ്ജക്റ്റ് എന്താണ്? ഹി. സാധ്യതയുണ്ട്, ലൈക്ലി ടു. വരിക, വേർബിൻ്റെ ഫസ്റ്റ് ഫോം കം. ഇവിടെ വരിക, കം ഹിയർ. എല്ലാം ചേർത്തൊന്ന് പറഞ്ഞു നോക്കൂ. അവൻ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഹി ഈസ് ലൈക്ലി ടു കം ഹിയർ. അതിനു പകരം എനിക്ക് ഹി കം ഹിയർ ലൈക്ലി ടു എന്ന് പറയാൻ സാധിക്കില്ല. സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നതിന് ഓരോ പാറ്റേൺ ഉണ്ടായിരിക്കും, ഓരോ മാതൃകകളുണ്ടായിരിക്കും. അത് നമ്മൾ പഠിക്കണം. സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം സബ്ജക്റ്റ് ഉപയോഗിക്കുക. ഇനി സബ്ജക്റ്റിനനുസരിച്ച് ഈസ്, എം, ആർ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. അതിനുശേഷം ലൈക്ലി ടു ഉപയോഗിക്കണം. പിന്നെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. ഇവിടെ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഈസ്, എം, ആർ ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കണം. അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. സിംഗുലർ സബ്ജക്റ്റ്, ഏകവചനം ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി അല്ലെങ്കിൽ എവരി വൺ, സംബഡി അല്ലെങ്കിൽ സംവൺ, എനിബഡി അല്ലെങ്കിൽ എനിവൺ, നോബഡി അല്ലെങ്കിൽ നോ വൺ. ഇനി ഒരു വ്യക്തിയുടെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു വസ്തുവിൻ്റെ പേര്. സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഈസ് എന്ന് ഉപയോഗിക്കണം. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം എന്ന് ഉപയോഗിക്കണം. ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ് ആം എന്ന് ഉപയോഗിക്കുക. പ്ലൂരൽ സബ്ജക്റ്റുകൾ ബഹുവചന ആണെങ്കിൽ ദേ, യു, വി ഇതിലേതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ ആർ എന്ന് ഉപയോഗിക്കണം. സബ്ജക്റ്റ് എന്താണെന്നുള്ളത് വിശദമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. അവൾ അവിടെ പോകാൻ സാധ്യതയുണ്ട്. ഷീ ഈസ് ലൈക്ലി ടു ഗോ ദർ. സബ്ജക്റ്റ് ഷീ വന്നു. ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് എന്ന് ഉപയോഗിച്ചു. സാധ്യതയുണ്ട് എന്നതിന് ലൈക്ലി ടു ഉപയോഗിച്ചു. പോവുക എന്നതിന് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഗോ ഉപയോഗിച്ചു. അവിടെ പോവുക എന്നതിന് ഗോ ദർ എന്ന് ഉപയോഗിച്ചു. ഷീ ഈസ് ലൈക്ലി ടു ഗോ ദർ. അവൾ അവിടെ പോകാൻ സാധ്യതയുണ്ട്. അവർ നിന്നോട് റിപ്പോർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദേ ആർ ലൈക്ലി ടു ആസ്ക് യു ദ റിപ്പോർട്ട്. അവിടെ പ്ലൂരൽ സബ്ജക്റ്റാണ് ദേ, അതുകൊണ്ട് അവിടെ ആർ എന്ന് ഉപയോഗിച്ചു. ദേ ആർ ലൈക്ലി ടു ആസ്ക് യു ദ റിപ്പോർട്ട്. ഇന്ന് രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ ടു നൈറ്റ്. ഇന്ന് രാത്രി എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ടു നൈറ്റ്. സാധ്യതയില്ല എന്ന് പറയാൻ എന്താണ് ഉപയോഗിക്കുക? നോട്ട് ലൈക്ലി ടു. ഞങ്ങളിവിടെ താമസിക്കാൻ സാധ്യതയില്ല. വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ എന്ന സബ്ജക്റ്റ് ഏതാണ്? വി. വി പ്ലൂരൽ സബ്ജക്റ്റാണ്. അവിടെ ഈസ് വരില്ല, ഏമും വരില്ല. എന്താണ് വരിക? ആർ. വി ആർ. സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോട്ട് ലൈക്ലി ടു. സാധ്യത ഉണ്ടെങ്കിൽ ലൈക്ലി ടു, സാധ്യതയില്ലെങ്കിൽ നോട്ട് ലൈക്ലി ടു. ഇനി താമസിക്കുക, സ്റ്റേ ചെയ്യുക. ഇവിടെ, ഹിയർ. വി ആർ നോട്ട് ലൈക്ലി ടു സ്റ്റേ ഹിയർ. ഞങ്ങളിവിടെ താമസിക്കാൻ സാധ്യതയില്ല. സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ ഒന്നുകൂടെ നോക്കുക. ഫസ്റ്റ് സബ്ജക്റ്റ് ഉപയോഗിക്കുക. സബ്ജക്റ്റിനനുസരിച്ച് ഈസ്, എം, ആർ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. സാധ്യതയുണ്ട് എന്നാണെങ്കിൽ ലൈക്ലി ടു ഉപയോഗിക്കുക. വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. സാധ്യതയില്ല എന്നാണെങ്കിൽ നോട്ട് ലൈക്ലി ടു ഉപയോഗിക്കുക. വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഇനി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മലയാളം ഇംഗ്ലീഷും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. അവൾ പരീക്ഷ പാസ്സാവാൻ സാധ്യതയുണ്ട്. അവൻ അവളെ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്. അവൻ എല്ലാവരെയും ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. അവൾ അവനെ സഹായിക്കാൻ സാധ്യതയില്ല. മിസ്റ്റർ അലക്സ് ആ ഓഫർ സ്വീകരിക്കാൻ സാധ്യതയില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൈക്ലി ടു സാധ്യതയുണ്ട്, നോട്ട് ലൈക്ലി ടു സാധ്യതയില്ല.
ഈ 2 യൂസേജുകളാണ് പഠിച്ചത്. സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ നമ്മൾ വിശദമായി പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.